പാപ്പ പറയുന്നു, സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിന്റെ കരുണയിൽ ശ്രദ്ധയൂന്നുക. ജീവിതത്തിലും വിശ്വാസത്തിലും ദൈവം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നാം വേണ്ടത്ര പര്യാപ്തരല്ലെന്ന തോന്നൽ നമുക്കുണ്ടായേക്കാം. പക്ഷേ നമ്മുടെ ശക്തിയിലല്ല, നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ കരുണയിലാണ് നാം ശ്രദ്ധയൂന്നേണ്ടത്. നമ്മെ നയിക്കുകയും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ വിശ്വാസമുള്ളവരായിരിക്കുക. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച ഏറ്റവും മനോഹരമായ കാര്യം, ഞാൻ ബലഹീനനാണെങ്കിലും എന്റെ മനുഷ്യപ്രകൃതത്തിൽ കർത്താവ് ലജ്ജിതനല്ല എന്നതാണ്. നേരെ മറിച്ച് അവൻ നമുക്കുള്ളിൽ വന്ന് വസിക്കുന്നുവെന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. കർത്താവിന്റെ മരണശേഷമുള്ള രാത്രിയിൽ അപ്പസ്തോലന്മാർ ഭയചകിതരും ഉത്കണ്ഠാകുലരുമായിരുന്നു. ദൈവരാജ്യത്തിന്റെ പിൻഗാമികളും സാക്ഷികളുമാകുന്നത് എങ്ങനെയെന്ന് അവർ സ്വയം അതിശയിച്ചു. പക്ഷേ യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ ദാനം അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാർ എല്ലാ ഭയങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും വിമുക്തരായി. ദൈവത്തിന്റെ സ്നേഹത്തിൽ നാം നിലനിന്നാൽ അവൻ നമുക്കുള്ളിൽ വന്ന് വസിക്കും. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാകും. ദൈവത്തിന്റെ സ്നേഹം നമ്മെ പ്രകാശിപ്പിക്കും. അത് നമ്മുടെ ചിന്താരീതികളെ രൂപപ്പെടുത്തും. അത് മറ്റുള്ളവരിലേക്കും എത്തുകയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പ്രകാശമാനമാക്കുകയും ചെയ്യും. വിശ്വാസികൾ ദൈവത്തിന്റെ സ്നേഹം സകല സ്ഥലത്തേക്കും കൊണ്ടുപോകണം. ഈ ദൗത്യത്തെ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥത്തിന് ഭരമേൽപ്പിക്കണം. ദൈവം തന്റെ ആത്മാവുകൊണ്ട് നമ്മെ അനുധാവനം ചെയ്യുന്നു. നമ്മെ തന്റെ സ്നേഹത്തിന്റെ ഒരു ഉപകരണമാക്കുന്നു. സമൂഹത്തോടും ലോകത്തോടുമുള്ള സ്നേഹത്തിന്റെ ഉപകരണം. ഈ വാഗ്ദാനത്തിന്റെ അടിത്തറമേൽ നമുക്ക് വിശ്വാസത്തിന്റെ സന്തോഷത്തിൽ നടക്കാം. കർത്താവിന്റെ പരിശുദ്ധ ആലയമായി തീരാം. മെയ് ഞായറാഴ്ച അപ്പസ്തോലിക് പാലസിന്റെ ജാലകത്തിൽ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്ന പ്രാർത്ഥന ചൊല്ലിയ ശേഷം നൽകിയ സന്ദേശത്തിൽ നിന്നും.